സാർ ക്ലാസ്സിലുണ്ട്. ഉണ്ടായിരുന്നോ? ഏതാണ് ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ? പക്ഷെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അതെന്താ എഴുതാത്തത്? ദേവകിരൺ, സാർ ഏതാണ് ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ മറ്റേ പെൻഡഗണൽ പിരമിഡ് ആണോ? ഏത്? പെൻഡഗണൽ പിരമിഡ് സെക്ഷൻസിൽ സെക്ഷൻസിൽ ക്വസ്റ്റ്യൻ എനിക്ക് ഞാൻ റഫിൽ ഇപ്പൊ എഴുതിയിട്ടില്ല, അപ്പൊ എഴുതാൻ തീരില്ല. Pentagonal pyramid, 30m side, axis 80m high, resting on its base on HP. Cutting plane parallel to VP ആണോ ക്വസ്റ്റ്യൻ? അതെ അതെ അതെ, പാരലൽ ടു VP അല്ലേ? അത് കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഇല്ല, അത് കംപ്ലീറ്റ് ആയില്ല, പറയുന്നേ ഉള്ളൂ. Okay, so pentagonal pyramid, 30m side, axis 80m high, is resting on its base on the HP. One of the corners of its base is in VP, and a side containing the corner is inclined 30 degree to VP. Okay, it is cut by a section plane parallel to VP and 10 mm in front of the axis. Okay. So that's the question. ബോർഡ് ക്ലിയർ അല്ലായിരിക്കും? ബോർഡ് കാണുന്നില്ല? Pentagonal pyramid resting on its base on the HP with a corner of base touching the VP. ഒരു കോർണർ VP ടച്ച് എന്ന് പറയുമ്പോൾ ആ കോർണർ ഇൻ ദ ടോപ്പ് വ്യൂ ഷുഡ് ബി ഓൺ ദ XY ലൈൻ. ഓക്കെ, ആൻഡ് എ സൈഡ് കണ്ടെയ്ൻ ദറ്റ് കോർണർ, ഒരു എഡ്ജ്, ആ കോർണർ കണ്ടെയ്ൻ ഒരു എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഡ്രോ ദാറ്റ് എഡ്ജ്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ 108 ആംഗിളിൽ പെൻഡഗണിന്റെ സൈഡ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. Cutting plane is parallel to the VP. Okay, cutting plane is parallel to the VP എന്നുള്ള കണ്ടീഷൻസ് ആണ്. So it should be represented in the top view because the cutting plane is visible as a line in the top view only. Okay, in the front view, A visible, B visible, C visible, D also visible. Okay, E is not visible. E is not visible. So A to D visible ആണ്. So BO visible in the front view. Okay, B dash O dash visible ആണ്, and C dash O dash visible ആയിരിക്കും. C dash O dash also visible. Okay, EO will not be visible since E is not visible. Front view visible ആയിട്ടുള്ള edges എന്ന് പറയുന്നത് BO and CO apart from the boundary lines. O dash A dash O dash D dash visible ആണ്. Then BO and CO is also visible. Okay, now cutting plane is parallel to the VP. So പല ടൈപ്പിൽ കട്ടിംഗ് പ്ലെയിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു VP ആകുമ്പോൾ it will be visible in the top view and that will be parallel to the XY line. Okay, കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു VP എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക.
കട്ടിംഗ് പ്ലെയിൻ പാരലൽ ടു വി പി ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. സോ അത് ടോപ്പിലാണ് നമുക്ക് ലൈനായിട്ട് കാണുന്നത്. സോ എപ്പോഴും കട്ടിംഗ് പ്ലെയിൻ ഏത് വ്യൂലാണോ ലൈനായിട്ട് കാണാൻ പറ്റുന്നത് ആ വ്യൂലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇത് ടോപ്പിലാണ് നമുക്ക് ഒരു ലൈനായിട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് that line will be parallel to the x plane. Since plane is parallel to VP, ടോപ്പിൽ കാണുന്ന സമയത്ത് ആ ലൈന് പാരലൽ ടു എക്സ് പ്ലെയിൻ ആയിട്ട് ഉണ്ടാവും. സോ അത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വരച്ചാൽ പോരാ. ക്വസ്റ്റിനിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയിൻ പാസ് ത്രൂ 10 mm in front of the axis. 10 അല്ലേ പറഞ്ഞുള്ളത്? 10 mm in front of the axis. 10 or 5. 10 mm. 10 mm in front of the axis ആണ് ഇത് പാസ് ചെയ്യുന്നത്. സോ ആക്സിസിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഈ അപ്പെക്സ് O തന്നെയാണ്. O ബ്രാക്കറ്റിൽ എച്ച് എന്ന് കഴിക്കും, ബേസ് സെന്റർ എച്ച്. സോ ഒ എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പിൽ ആക്സിസിനെ തന്നെയാണ്. സോ അവിടുന്ന് 10 mm ഇൻ ഫ്രണ്ട് ആയിട്ടാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ 10 mm ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ബിലോ ആയിട്ട് മെഷർ ചെയ്യാം. ഓക്കെ, സാധാരണ വി പിക്ക് ഇൻ ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടോപ്പിൽ എക്സ് താഴേക്ക് മെഷർ ചെയ്യും. സോ സിമിലർലി ആക്സിസിന് 10 mm ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആക്സിസിന് 10 mm നേരെ താഴേക്ക് മെഷർ ചെയ്യും. ഓക്കെ, സോ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് സ്കെയിൽ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് വേണം ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. 10 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ആൻഡ് ഓക്കെ, സോ ഇതുപോലെയാണ് കട്ടിംഗ് ലൈനിന്റെ ടോപ്പിൽ വിസിബിൾ ആവാം. സോ ചെയിൻ ലൈൻ വിത്ത് thick end segments ആയിട്ട് കട്ടിംഗ് ലൈൻ റെപ്രസെന്റ് ചെയ്യാം. ഹൗ മെനി കട്ടിംഗ് പോയിന്റ്സ് വിൽ ബി ദർ? കട്ടിംഗ് പോയിന്റ്സ് എത്ര ഉണ്ടാവും? 2 എങ്ങനെ കിട്ടുന്നത്? വി പിക്ക് പാരലൽ ആയിട്ടല്ലേ? വി പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഇതിന്റെ ഫ്രണ്ടിലായിട്ടാണ് പിരമിഡ് ഉള്ളത്. ഓക്കെ, പിരമിഡ് ഇവിടെ ഫ്രണ്ടിലായിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ മോഡൽ ഇട്ടിട്ടെ. ഓക്കെ, സോ ഇതാണ് പിരമിഡ്. ഓക്കെ, സോ ഇതിൽ കട്ടിംഗ് പ്ലെയിൻ ആക്സിസിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ മുറിച്ചു പോവാണ് ചെയ്യുന്നത്. പാരലൽ ടു ദ വി പി എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തമായിട്ട് ഇത് ഇങ്ങനെ ഈ പോർഷൻ മൊത്തമായിട്ട് കട്ട് ചെയ്ത് പോവാണ്. എത്ര കട്ടിംഗ് പോയിന്റ്സ് ഉണ്ടാവും? 4. കറക്റ്റ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെയാണ് 4 പോയിന്റ്സ് വരുന്നത്? നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഇൻ ദ ടോപ്പ് വ്യൂ ഈ ലൈൻ ഏതൊക്കെ എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്? ഈ കട്ടിംഗ് പ്ലെയിൻ ഇൻ ദ ടോപ്പ് നമ്മൾ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ലൈൻ ഏതൊക്കെ എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട് മാത്രം നോക്കിയാൽ മതി. എത്ര എഡ്ജസിനെ കട്ട് ചെയ്യുന്നുണ്ട്? എ ബിയിൽ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഒ ബി സ്ലാൻഡ് എഡ്ജ്, എ ബി ബേസ് എഡ്ജ് ആണ്. ഒ ബി എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ. ദെൻ ഒ സി എന്ന് പറയുന്ന സ്ലാൻഡ് എഡ്ജിൽ ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സി ഡി എന്ന് പറയുന്ന ബേസ് എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പോയിന്റ് 1 ഓൺ എ ബി, പോയിന്റ് 2 ഓൺ ഒ ബി, പിന്നെ 3 ഓൺ ഒ സി ആൻഡ് പോയിന്റ് 4 ഓൺ സി ഡി. അല്ലേ? ഇത്രയല്ലേ വരുന്നത് കട്ടിംഗ് പോയിന്റ്സ്? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ? ആലോക്, ഈ പ്ലെയിൻ ഈ ലൈൻ ഏതൊക്കെ എഡ്ജിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി. അതിലൊക്കെ കട്ട് വരും. സോ അവിടെയൊക്കെ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ പോയിന്റ്സ് നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യണം.
എന്നാലേ സെക്ഷൻ്റെ വ്യൂ കാണാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലുള്ള പോർഷൻ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ സെക്ഷൻ സർഫസ് കാണുന്നത് ഫ്രണ്ട് വ്യൂലായിരിക്കും അല്ലേ. ഫ്രണ്ട് നോക്കുമ്പോഴാണ് സെക്ഷൻ്റെ പോർഷൻ കാണാൻ പറ്റുക, സെക്ഷൻ്റെ സർഫസ് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് ഇതിന്റെ സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, കട്ട് ചെയ്ത് ഈ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്ത് ഇത് ഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഫ്രണ്ട് വ്യൂയിൽ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്ത് ഈ പോർഷൻ റിമൂവ് ചെയ്താൽ ഫ്രണ്ട് വ്യൂ എങ്ങനെ ആയിരിക്കും, അതിനാണ് നമ്മൾ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. സോ ആ സെക്ഷൻ്റെ സർഫസ് ഫ്രണ്ട് വ്യൂയിൽ കാണുന്നതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ആസ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ഓർ സെക്ഷണൽ എലിവേഷൻ. സോ ആ സെക്ഷണൽ എലിവേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഈ കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ റെസ്പെക്റ്റീവ് ഫ്രണ്ട് വ്യൂയിലേക്ക് അതിന്റെ എഡ്ജിലേക്ക് പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, സോ പോയിന്റ് 1 ഈസ് ഓൺ എ ബി. ഓക്കെ, എ ബിയിലാണ് പോയിന്റ് 1. സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ എ ബി ഈസ് ഓൺ ദ എക്സ് ലൈൻ. ഓക്കെ, എ ആൻഡ് ബി, എ ബി ഈസ് ഓൺ ദ എക്സ് ലൈൻ. അപ്പോൾ നമ്മൾ ആ എ ബിയിലേക്ക് ഈ പോയിന്റ് 1 പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, 1 എ ബിയിലേക്ക് പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഈസ് പോയിന്റ് 1 ഡാഷ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് 2 ഈസ് ഓൺ ഒ ബി. സോ ഒ ഡാഷ് ബി ഡാഷിലേക്ക് പോയിന്റ് 2 പ്രൊജക്ട് ചെയ്യാണ്. Okay, so this is point 2 dash. O dash B dash ലേക്ക് OB യുടെ ഫ്രണ്ട് വ്യൂ ആണ് O dash B dash, അതിലേക്ക് പോയിന്റ് 2 പ്രൊജക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 3 is on OC. പോയിന്റ് 3 is on OC. So O dash C dash ലേക്ക് പോയിന്റ് 3 പ്രൊജക്ട് ചെയ്യാണ്. Okay, so this is point 3. പോയിന്റ് 3 ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. 3 is on OC. സോ അത് നേരെ O dash C ഡാഷിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ പോയിന്റ് 3 കിട്ടി ഇൻ ദ ഫ്രണ്ട് വ്യൂ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് 4 ഈസ് ഓൺ CD. CD ഫ്രണ്ട് വ്യൂ എവിടെയുള്ളത്? CD ഈസ് ബേസ് എഡ്ജ് അല്ലേ, CD ഈസ് എ ബേസ് എഡ്ജ്. അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നത്? CD എക്സ് ലൈനിലുള്ളത്. ഓക്കെ, ബേസ് കംപ്ലീറ്റ് ആയിട്ട് HP ലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂവിൽ അത് എക്സ് ലൈനായിട്ടാണ് കാണാൻ പറ്റുക. സോ CD എന്ന് പറയുന്ന എഡ്ജ് ഇത് എക്സ് ലൈനിലുള്ളത്. സോ ഇൻ ബിറ്റ്വീൻ C ഡാഷ് ആൻഡ് D ഡാഷ് പോയിന്റ് 4 നമ്മൾ പ്രൊജക്ട് ചെയ്യാം. പോയിന്റ് 4 CD യിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഈസ് പോയിന്റ് 4 ഡാഷ് മാർക്ക് ചെയ്തു. നൗ ഓക്കെ, എല്ലാ പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. നൗ ജോയിൻ ഓൾ ദീസ് പോയിന്റ്സ്. ഈ എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്യാം. 1 to 2, then 2 to 3, okay, and 3 to 4 ജോയിൻ ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഈ വരച്ചിട്ടുള്ളത് കട്ട് സർഫസിന്റെ ബൗണ്ടറിയാണ്. 1 2 3 4 എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിലെ കട്ട് സർഫസിന്റെ ബൗണ്ടറിയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പോർഷൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കാണുന്ന ആ സർഫസിന്റെ ബൗണ്ടറിയാണ്. സോ ഇനി ഇതിന്റെ അകത്ത് നമ്മളെ ഈ കുറച്ച് പോർഷൻ, അതായത് എഡ്ജിന്റെ കുറച്ച് പോർഷൻ, കോർണർ, ഈ ഫ്രണ്ടിൽ വരുന്ന കോർണേഴ്സ് അതൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ അതൊന്നും ഇനി ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഈ സ്ലാൻഡ് എഡ്ജിന്റെ ഒക്കെ കുറച്ച് പോർഷൻ റിമൂവ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഇവിടെ നോക്കുക, ഈ 1 2 3 4 വരുന്ന പോർഷനിലുള്ള എഡ്ജസ് ഒക്കെ റിമൂവ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അവിടെയുള്ള തിക്ക് ലൈൻസ് ഒക്കെ ഇറേസ് ചെയ്യാം. തിക്ക് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? വിസിബിൾ എഡ്ജസിനെയാണ്. സോ വൺസ് ഇതിനെ കട്ട് ചെയ്താൽ ദർ വോണ്ട് ബി എനി വിസിബിൾ എഡ്ജസ് ഇൻ ദാറ്റ് പോർഷൻ. ഓക്കെ, കട്ട് ചെയ്താൽ പിന്നെ അവിടെ വിസിബിൾ എഡ്ജസ് ഉണ്ടാവില്ല. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഈ ബൗണ്ടറി വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ തിക്ക് ലൈൻസ് ഒന്നും വരാൻ പാടില്ല. ദർ മേ ബി ഡാറ്റൽ ലൈൻസ്. ഓക്കെ, ഡാറ്റൽ ലൈൻസ് ഉണ്ടാവാം, അത് മായ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഡാറ്റൽ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസ് ഒക്കെ ഉണ്ടാവാം, ബട്ട് തിക്ക് ലൈൻസ് ഉണ്ടാവാൻ പാടില്ല. സോ അതൊക്കെ ഇറേസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അതിന് ഹാച്ചിങ് എന്നാണ് പറയുക. ഓക്കെ, ഹാച്ചിങ് ലൈൻസ് മാർക്ക് ചെയ്യണം. സെക്ഷൻ്റെ പോർഷനാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഹാച്ചിങ് എന്ന് പറയുന്നത്. ആ ഹാച്ചിങ് ചെയ്യുന്നത് 45 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ലൈൻ യൂസ് ചെയ്തിട്ടാണ്. കണ്ടിന്യൂസ് തിൻ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഹാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനാണ്. പ്രൊജക്ഷൻ ലൈനും ഡയമെൻഷൻ ലൈനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈൻ തന്നെ. സോ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഈ ലൈൻസ് ഇതുപോലെ വരയ്ക്കാം. കണ്ടിന്യൂസ് തിൻ ലൈൻ ഈ സെക്ഷൻ്റെ പോർഷനിൽ മാത്രം. ഓക്കെ, 1 2 3 4 വരുന്ന ആ പോർഷനുള്ളിൽ മാത്രമായിട്ട് ഈ ലൈൻസ് കണ്ടിന്യൂസ് തിൻ ലൈൻ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ. അപ്പോൾ ഇവിടെ ബേസിൽ എക്സ് ലൈനിന് 45 ഡിഗ്രി ആംഗിൾ വരുന്ന വിധത്തിൽ വരച്ചാൽ മതി. അപ്പോൾ ഒരു ലൈൻ ആദ്യം വരയ്ക്കുക, 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ അതിന് പാരലായിട്ട് ബാക്കിയുള്ള ലൈൻസ് വരച്ചാൽ മതി. പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? സെന്ററിലായിട്ട് 45 ഡിഗ്രിയിൽ
ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അതിന് പാരലൽ ആയിട്ട് ബാക്കി ലൈൻസ് വരയ്ക്കുക. സോ അത് വരയ്ക്കുമ്പോൾ ഒരു 2 mm ഡിസ്റ്റൻസിൽ വരയ്ക്കാം. ഓക്കെ, രണ്ട് അഡ്ജസ്റ്റന്റ് ലൈൻസിനടക്കായിട്ട് ഒരു 2 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ? പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാം. Write down next question. അതിൽ സൈഡ് ഹെഡിങ് ആയിട്ട് സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP. സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP. ഫസ്റ്റ് സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു VP ആണ് ചെയ്തത്. നൗ ഇൻക്ലൈൻ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP. Write down question. A square prism of base side 30 mm, a square prism of base side 30 mm 30 and height 75 mm, a square prism of base side 30 mm and height 75 mm rest on the HP on one of its ends. Rest on the HP on one of its ends. With two of its rectangular faces. Equally inclined to the VP. With two of its rectangular faces equally inclined to the VP. Two of its rectangular faces equally inclined to the VP. Stop. It is cut by a plane
It is cut by a plane perpendicular to the VP. It is cut by a plane perpendicular to the VP. It is cut by a plane perpendicular to the VP and inclined at 60 degree to the HP. It is cut by a plane perpendicular to the VP and inclined at 60 degree to the HP. Inclined at 60 degree to the HP, meeting the axis. Inclined at 60 degree to the HP, meeting the axis at 15 mm from the top. It is cut by a plane perpendicular to the VP and inclined at 60 degree to the HP, meeting the axis at 15 mm from the top. Meeting the axis at 15 mm from the top. Draw its elevation, sectional plan, and the true shape of the section. Draw its elevation, sectional plan, and the true shape of the section. Draw its elevation, sectional plan, and true shape of the section. What are the maximum width W? What are the maximum width W and length L of the section? What are the maximum width W and length L of the section? And length L of the section. Okay. So, that's the question. Abhijit. Abhijit. Hello. Abhijit present അല്ലേ? Hello. Yes, sir. Question ഒന്ന് പറഞ്ഞേ. എന്താണ് question? A square prism of base side 30 mm and height 75 mm rest on the HB on one of its end. മതി. Ajay Shahji. Absent. Ajay Shahji absent ആണോ? Okay, absent. Akash Pradeep. Sir. Akash. അജയ് പറയുന്നുണ്ടോ? മൈക്ക് ഓൺ ചെയ്യാതെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. മൈക്ക് ഓൺ ചെയ് അജയ്. അജയുടെ മൈക്ക് ഓഫ് ആണ് ഇപ്പോഴും. അല്ല ഓഫാണ്. മൈക്ക് ഓഫാണ്. Hello, sir. പറഞ്ഞോ. കേക്കാം. പോയി. മൈക്ക് ഓൺ ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ അജയ്.
A square prism of base side 30 mm and height 75 mm on the HP. ഹലോ സാർ കേൾക്കാവോ? പറഞ്ഞു. On one of its end പറഞ്ഞോ. One of its ends പിന്നെ അത്ര എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടി വന്നത്, നിങ്ങളിപ്പം പല ആൾക്കാരും ക്വസ്റ്റ്യൻ എഴുതിയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. ഇതുപോലെയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എക്സാമിനൊക്കെ. എത്ര പേര് ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? നോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേര്? ഓക്കെ, നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ ഓരോ ഡേ ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, അതിന് മാർക്ക് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നിങ്ങൾ ഓരോ ദിവസം ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസ് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഐ വിൽ ചെക്ക്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അങ്ങനെ അയച്ചു തരാത്തവരാണെങ്കിൽ ഞാൻ ആബ്സെന്റും മാർക്ക് ചെയ്യും. ഓക്കെ, okay, so here question is a square prism of base side 30 mm and height 75 mm rests on HP on one of its ends with two of its rectangular faces equally inclined to the VP. It is cut by a plane perpendicular to the VP and inclined at 60 degree to the HP, meeting the axis at 15 mm from the top. That's the question. Okay, so a square prism is resting on one of its ends. Okay, ends എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ ഫേസ് ആണ്. സ്ക്വയർ പ്രിസത്തിന്റെ രണ്ട് എൻ ഫേസ് ഉണ്ട്, സ്ക്വയർ ഷേപ്പിലുള്ള. സോ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ഈസ് ഓൺ HP, വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസ് ഈസ് ഓൺ HP ആൻഡ് ടു ഓഫ് ദ റെക്ടാങ്കുലർ ഫേസസ്. റെക്ടാങ്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ രണ്ട് എൻ ഫേസും സ്ക്വയർ ആണ്. സോ റെക്ടാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നതാണ് ലാറ്ററൽ ഫേസ് ആണ്. ഈ ലാറ്ററലിൽ വരുന്ന ഫേസ് ആണ് റെക്ടാങ്കുലർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടു ഓഫ് ദ റെക്ടാങ്കുലർ ഫേസസ് ഈക്വലി ഇൻക്ലൈൻ ടു VP ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെയാണ് VP ഉള്ളതെങ്കിൽ ഓക്കെ, VP ബിഹൈൻഡ് ആയിട്ട് ഇതിന്റെ പുറകിലായിട്ട് VP ഉണ്ട്. സോ ആ VP ആയിട്ട് രണ്ട് വെർട്ടിക്കൽ ഫേസ് ഈക്വലി ഇൻക്ലൈൻ എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് ദാറ്റ് പ്ലെയിൻസ്? What will be that inclination of that planes with inclination of that faces with the VP? ഇതായിരിക്കും വരിക. പറയൂ. ടോപ്പ് വ്യൂ ഓഫ് ദ സ്ക്വയർ പ്രിസം. ടോപ്പ് വ്യൂലാണ് നമുക്ക് സ്ക്വയർ ആയിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു പ്രിസം ടോപ്പ് വ്യൂലാണ് നമുക്ക് സ്ക്വയർ ആയിട്ട് കാണാൻ പറ്റുക, ബിക്കോസ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ HP. ഇതിന്റെ റെക്ടാങ്കുലർ ഫേസസ് ഒക്കെ ടോപ്പിൽ നമുക്ക് ഇതിന്റെ എഡ്ജസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ടോപ്പ് വ്യൂല് ഇതുപോലെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്ക്വയർ പ്രിസത്തിന്റെ ടോപ്പിൽ നമ്മൾ സ്ക്വയർ വരച്ചാൽ ഇതിൽ ഓരോ എഡ്ജും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ വെർട്ടിക്കൽ ഫേസിനെയാണ്. ഓക്കെ, ഓരോ വെർട്ടിക്കൽ ഫേസും ടോപ്പിൽ കാണുന്ന സമയത്ത് ഓരോ ലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബിക്കോസ് ദാറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ HP. സോ ഒരു റെക്ടാങ്കുലർ ഫേസ് സെർട്ടൻ ആംഗിളിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആംഗിളിൽ ഈ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഫേസ് VP ആയിട്ട് ഒരു 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ 30 ഡിഗ്രിയിൽ ഈ ഒരു ലൈൻ വരച്ചാൽ മതി. ആ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ അത് റെക്ടാങ്കിൾ ഫേസ് ആയി. പിരമിഡ് പോലെയല്ല. ഓക്കെ, പിരമിഡിന്റെ കേസിൽ ബേസ് എഡ്ജ് ആണ് തന്ന ആംഗിൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്റെ കേസിൽ ഒരു പ്രിസം ആണെങ്കിൽ ഈ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആ ഫേസിനെ തന്നെ ആയിരിക്കും, റെക്ടാങ്കുലർ ഫേസിനെ ആയിരിക്കും. സോ ഒരു സ്ക്വയർ പ്രിസം ആണെങ്കിൽ എപ്പോഴാണ് ടു ഫേസസ്
ഈക്വലി ഇൻക്ലൈൻ ടു ദ വി പി വരിക? ഏതായിരിക്കും ആംഗിൾ ആണ് ചോദിക്കുന്നത്. ഈ ആംഗിൾസ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആണല്ലോ, രണ്ട് എഡ്ജസിന് ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് ആംഗിൾസ് എത്രയായിരിക്കും? 90. ടോട്ടൽ 90 ആയിരിക്കും അല്ലേ? കാരണം 90 + 90 ടോട്ടൽ 180 ആണ് ആംഗിൾ വരേണ്ടത്. സോ അതിൽ 90 ഇവിടെ പോയി. സോ ഈ രണ്ട് ആംഗിളും കൂടെ 90 ആണെങ്കിൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത് ഈ രണ്ടും സെയിം ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. സോ എത്രയായിരിക്കും ആംഗിൾ വരിക? 45. 45 ആയിരിക്കും. സോ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു എഡ്ജ് വരയ്ക്കുക. സോ ഫോർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? XY ലൈനിൽ 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുക. അതിൽ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക. 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ, റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിൽ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്യുക. ദെൻ ബാക്കിയുള്ള എഡ്ജ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. സോ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ച് അതിൽ ഒരു എഡ്ജ് റെപ്രസെന്റ് ചെയ്ത് ബാക്കിയുള്ള എഡ്ജസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. സോ നൗ these two edges are equally inclined to the XY line. That means that vertical faces corresponding to these lines are equally inclined to the VP. Okay, now ഇതിന്റെ front view പ്രൊവൈഡ് ചെയ്താൽ so this is the front view. Boundary ആയിട്ടുണ്ട്. Now corners A, B, C, D, top face corners and base corners P, Q, R and S. Base corners P, Q, R, S. For front view visible ആയിട്ടുള്ള corners, top face corners A, B and C ആയിരിക്കും. So B and C മാർക്ക് ചെയ്തു. And B ക്ക് behind ആയിട്ട് D ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. Then base corners P dash, Q dash and R dash visible ആണ്. And Q ക്ക് behind ആയിട്ടുള്ള S will not be visible. Now join B and Q because B യും Q യും visible ആണ്. So vertical ആയിട്ടുള്ള ഈ എഡ്ജ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, നൗ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ എഡ്ജ് വിസിബിൾ ആയിരിക്കും. കാരണം കോർണർ ബിയും ക്യൂവും വിസിബിൾ ആണ്. സോ അതിലൂടെ പോകുന്ന എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഇവിടെ നോക്കാം, രണ്ട് ഫേസ് ഈക്വലി ഇൻക്ലൈൻഡ് ആവും. മിഡിലിൽ ഒരു എഡ്ജ് വരും. ആ മിഡിലുള്ള എഡ്ജാണ് ഫ്രണ്ട് വ്യൂയിലൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നൗ കട്ടിംഗ് പ്ലെയിന്റെ കണ്ടീഷൻ പറയുന്നത് കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു ദ HP ആണ്. ഓക്കെ, ഇൻക്ലൈൻ ടു ദ HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആകുമ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഏത് വ്യൂലായിരിക്കും റെപ്രസെന്റ് ചെയ്യേണ്ടി വരിക? ലൈനായിട്ട് ഫ്രണ്ട് വ്യൂലായിരിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂലാണ് നമുക്ക് കട്ടിംഗ് പ്ലെയിൻ ചെയിൻ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ബിക്കോസ് അത് ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂലാണ്. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. ബ്രേക്കിന് ടൈം ആയല്ലോ.